വൈഫും തെറ്റി. അപ്പൊ വൈഫ് എടുത്ത് തല്ലി. ഒരു മലരൻ യൂട്യൂബർ, അവന്റെ പേര് മലരൻ യൂട്യൂബിലെ നിന്റെ അവിടെ പോയി വിളി കേട്ടാ മലരൻ. എടാ നാറി, എടാ പരനാറി, നീ എവിടത്തെ ദാസേട്ടനാടാ? നീ എവിടത്തെ ദാസേട്ടൻ? നീ ഒരു കോപ്പനുമല്ല, നീ ഒരു ദാസൻ, അത്രയും മതി. ദാസേട്ടൻ, നീ എവിടത്തെ ഏട്ടനാടാ? പരനാറി, പരമൂളെ, അവൻ ഏട്ടൻ പോലെ ഏട്ടൻ, ഒരു മലരൻ യൂട്യൂബർ. എന്നിട്ട് മറ്റേ അവൻ പോയി വിളിയടാ നാറി ദാസേട്ട. നീ കോഴിക്കോടിന് അപമാനമാണ്, കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തിന് ആ നാടിന് അപമാനമാണ് പരനാറി. നീ ദാശേട്ടന്, നിന്നെ സ്വന്തമായിട്ട് നീ വിമൽ കുമാർ എന്ന് വിളിക്കുള്ളടാ ഊളെ വാഴ മറ്റേ മോനെ. കണ്ട അപരാധങ്ങളും കണ്ട ഏപ്പടങ്ങളും പിടിച്ച് നടക്കുന്ന നിന്നെയൊക്കെ പോലുള്ള കാട്ടപരാധികളെ ഞാൻ വിമർശിച്ചത് തെറ്റ്. നിനക്ക് എൻ്റെ പേര് പറയാൻ പറ്റൂല, നീ എനിക്ക് എന്ത് തരില്ല, റീച്ച് തരില്ലല്ലേ? ഞാൻ നിനക്കിപ്പം ഞാൻ റീച്ച് തരാടാ, എനിക്ക് പറയാം. ഞാൻ അങ്ങനെ പാർഷ്യാലിറ്റി ഒന്നും കാണിക്കാറില്ല. നമ്മൾ ഈ റീച്ച് കൂടിയവരെ കുറഞ്ഞവരെ നോക്കി പാർഷ്യാലിറ്റി കാണിക്കുന്ന പതിവില്ല. ദാസേട്ടനും വൈഫും തെറ്റി. തല്ലി ഒരു മലരൻ യൂട്യൂബർ, അവന്റെ പേര് പറയും. അവന്റെ പേര് പറഞ്ഞാൽ അവൻ രക്ഷപ്പെടും. വേണ്ട, രക്ഷപ്പെടണ്ട. അതായത് ആ തമ്മിൽ വെച്ച് ഞാൻ തന്നെ വീഡിയോക്കകത്ത് പറഞ്ഞില്ല, വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നാറിയുടെ ഭാര്യ മിക്കാറും അവനെ ഇട്ടിട്ട് പോകുന്നു. അല്ല ഇട്ടിട്ട് പോയെന്നല്ല, ഇട്ടിട്ട് പോകുന്നാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഇങ്ങനെയാണെങ്കിൽ, കാരണം ഇമാതിരി അപരാധം കാണിച്ച് ഏത് പെണ്ണാടാ അവൻ്റെയൊക്കെ കൂടെ നിൽക്കും? ഇത് തന്നെയാണ് ഞാൻ ചോദിച്ചത്, വ്യക്തമായിട്ട് ചോദിച്ചത്. അല്ലാതെ അവൻ്റെ ഭാര്യ പോയെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞ, ഇങ്ങനെയാണെങ്കിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഈ നായ മോൻ പറയുന്നത് എന്താ ഒരു മലരൻ യൂട്യൂബർ, അത് പോട്ടെ, അതും പോട്ടെ, എന്തായാലും തേങ്ങ പറയട്ടെ. ഇതിന് ശേഷവും പറയുന്ന എന്താ, അവൻ എൻ്റെ പേര് പറയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് രക്ഷപ്പെട്ടു പോകുന്നു. ചറ്റ എനിക്ക് പോടാ, നീ എൻ്റെ പേര് പറഞ്ഞ് ഞാൻ രക്ഷപ്പെടും, നീ കൊണ്ടുവച്ച് വരാ. നിന്റെ ഊള വർത്താനം മറ്റേ കുണച്ച് ഇതും കൊണ്ട് അങ്ങോട്ട് അടിക്കാൻ നിന്നാൽ മതി. നീ പറഞ്ഞ് എനിക്ക് ഇനിയിപ്പോൾ ഉണ്ടാക്കണ്ട, അങ്ങനെയാണെങ്കിൽ നീ പറയണ്ട കേട്ടാ. ആശേട്ടൻ, നീ എവിടത്തെ ഏട്ടണ്ടാ ദാസനെ? നീ എവിടത്തെ ഏട്ടൻ? നീ ആരുടെ ഏട്ടൻ? സ്വന്തമായിട്ട് വിമൽകുമാർ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന അപരാധിയാണ് അവൻ ഏട്ടൻ പോലെ. നീ ഒന്ന് കോപ്പല്ല, നീ വെറും ദാസൻ, അത്രേ ഉള്ളൂ. നീ ദാസൻ, തീർന്നു, മനസ്സിലായോ? ദാസായി, എടാ ദാസ പോടാ, ദാസായി ഇറങ്ങിയിരിക്കണം അവൻ. ഞാൻ ഷേട്ടൻ പോലെ, ഞാൻ ഷേട്ടൻ ആടി കവാലം നോക്കി എടുക്കണം. അവൻ എനിക്ക് റീച്ച് ഉണ്ടാക്കി തരത്തില്ലെന്ന്, നിനക്ക് ഞാൻ റീച്ച് ഉണ്ടാക്കി തരാടാ ദാസേട്ട. ഏട്ടല്ല, നീ കോട്ട. എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല, വാതുറപ്പിക്കില്ല, വെറും തറയാണ് നിന്നെക്കാളും. അത് സൈഡിൽ നിന്ന് ഒരെണ്ണം പറഞ്ഞേട്ടാ, അതിന് ദാസേട്ടൻ്റെ വൈഫിനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലെന്ന്. നിനക്ക് നാണമുണ്ടാ? ചോദിക്കണില്ലേ, ഇല്ലെന്നറിയാം. പോട്ടെ, അതിലോട്ട് വരാം. അതിലോട്ട് ഇനിയിപ്പോൾ ഒരു വരവുണ്ട്, ഇതൊന്നാം തരം വരവായിരിക്കും. എടാ നിന്റെയൊക്കെ ഭാര്യ എങ്ങനെയാണ് നിന്റെ അടുത്തൊക്കെ നിൽക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. സീരിയസ്ലി ഞാൻ പറയാം, നിനക്ക് ഭാര്യ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഉണ്ടെങ്കിൽ എങ്ങനെ നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഇത്രയും അപരാധം കാണിച്ചുകൊണ്ട് നടക്കുന്ന നിന്റെ അടുത്തൊക്കെ ഏതെങ്കിലും പെണ്ണ് കൂടെ ജീവിക്കൂ? എന്നെ കൊണ്ട് വാ തുറപ്പിക്കല്. ദാസാ എടാ ദാസാ, എടാ വിജയ, എന്താടാ വിജയ? ദാസൻ കൊള്ളാം ആള്, ദാസൻ. എടാ പോടാ, സ്വന്തം നാടിനു കൂടി അപമാനം ഉണ്ടാക്കാനായിട്ട് ആ പേരും കൂടി എടുത്ത് ഇൻസ്റ്റയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇവനെ ഇനി ഒരുത്തനും ദാസേട്ടനെന്ന് വിളിക്കേണ്ട കാര്യമില്ല, ദാസൻ, മനസ്സിലായ? ദാസൻ, അത്രേ ഉള്ളൂ. എടാ ദാസാടേ എന്താടാ ചൊറിയണ? നിനക്ക് അടിക്കണ? നിനക്ക് ചൊറിയണ? ഉപ്പിലിട്ട് പോയി നിന്റെ ചാമാനം. എൻ്റെ അടുത്ത് ചൊറിയാൻ വരല്ലേ? എനിക്ക് എൻ്റെ പേര് പറഞ്ഞ് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു. പിന്നെ കോമഡി പറയാതാടാ ദാസ, എന്തോടാ ദാസ ദിഗ്ഗരെ. നീ ഇത് കാണുമെന്ന് എനിക്കറിയാം, നീ ഇത് കണ്ടില്ലെങ്കിൽ നിനക്കിത് ആരെങ്കിലും ഷെയർ ചെയ്ത് തരും. എന്തായാലും എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ദാസന് എൻ്റെ വീഡിയോ അവൻ്റെ ഇൻസ്റ്റയിൽ പോയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അവൻ കാണണം കാട്ടപരാധിമായി എനിക്കിട്ടുണ്ടാക്കണം. നീ പോടാ ഊളെ. എനിക്ക് ചൊറിഞ്ഞു കേട്ടാ, ഞാൻ ചൊറിഞ്ഞതുകൊണ്ട് തന്നെ തിരിച്ചു കയറി അങ്ങ് മാന്തിയത്. എനിക്ക് ഇത്ര പറഞ്ഞാലും പിന്നെ ഒരു സമാനമില്ല. നീ അങ്ങ് കൊണയടി കിടന്നു. കഴിഞ്ഞ ബിഗ് ബോസിൽ രേണു കിടന്ന് എനിക്കിട്ട് കൊണയടിച്ച് അവള് കയറിപ്പോയി. ഈ ബിഗ് ബോസിൽ നീ കയറിപ്പോ. എനിക്കറിയാം, പോയി എവിടെ അവിടെ ഇരുന്ന് കൊണ. ദാസൻ വന്നിരിക്കണം എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ. അടുത്ത് അവരതുമായിട്ട് റണാസ് കൊണ.
ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് തുറക്കാൻ വയ്യ. ഫുള്ള് അപരാധം. ഈ റണാസുണയുടെയും ഈ ദാസന്റെയും പ്ലജീഷിന്റെയും ഒക്കെ അപരാധമാണ് ഇതിൻ്റെ അകത്ത് മൊത്തം അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? ഈ എന്തോ വലിയ ക്രെഡിറ്റ് ആയിട്ട് കൊണ്ട് നടക്കുകയാണ് ഊളകൾ, മരവാഴകൾ, വട്ടോളികൾ. അയ്യോ, ഒരു ദിവസം പോലും രേണുഷിനെ കാണട്ടെ ദിവസം ഉണ്ടെന്നോ ഞാൻ വിശ്വസിക്കില്ലെന്ന്. എന്നെ കണ്ടിട്ടാ ഗീരവത്തിനാണ് കാണാൻ പറ്റിയ ജാതനം. എന്നെ എടി നീ എന്തിനാടി പേടിച്ചാടി? ഇൻസ്റ്റാഗ്രാമിലെ കമന്റ് ബോക്സ് ഫുൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. കമന്റ് ബോക്സ് നോക്കിയപ്പോൾ എല്ലാം ഓഫ് ചെയ്ത് വെക്കുക നിരത്തി. നാട്ടുകാർ വന്നിട്ട് പോങ്കാലായിട്ട് തള്ളാക്കി വിളിച്ച് തള്ളാക്കി വിളിച്ച് വിടുക. കാരണം അമ്മാതെ അപരാധമാണ് കാണിക്കുന്നത്. ഓരോരുത്തന്മാർ എടുത്തിട്ട് ഉരുട്ടി പെരട്ടി ആൽബം ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് അതൊരു വഴി കൂടി നടക്കുന്നുണ്ട്. എന്നിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുമ്പോൾ ഓരോരുത്തന്മാരെ പിടിച്ചും വലിച്ച് അവൻ്റെ അവിടെയൊക്കെ കെട്ടി പിടിച്ച് അഴിഞ്ഞാടി നിൽക്കുന്നത് കാണുമ്പോൾ നാട്ടുകാർ എടുത്തിട്ട് പൊങ്കാലിടുക. പൊങ്കാല ഇട്ട് തുടങ്ങി തന്നെ നൈസായിട്ട് കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട് മര്യാദയ്ക്ക് ഇരിക്കുക. എന്നാലും പുന്നാര മോളെ, നിനക്കുള്ളത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ നിന്നെ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്ത ആൾക്കാരടക്കം നിന്നെ ഇന്ന് തള്ളിപ്പറഞ്ഞുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ചീത്ത വിളിച്ചുകൊണ്ടും ചെളിവാരി അടിച്ചുകൊണ്ടും സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യം. കാരണം നീ കാണിച്ചു കൂട്ടിയിട്ടുള്ള അപരാധങ്ങൾക്കുള്ള മറുപടി ജനങ്ങൾ തിരിച്ചടി തന്നു തുടങ്ങിയിട്ടുണ്ട്. കുറേ പേര് നമ്മളൊക്കെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നവർ ഇപ്പം മാറ്റി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വളരെയധികം സന്തോഷം. നീ കാണിക്കുന്ന കോപ്രായങ്ങളും പേക്കൂത്തുകളും എല്ലാം സുനിയേട്ടന് വേണ്ടിയിട്ട് കിട്ടുന്നുണ്ടല്ലോ. ഇൻഡാസ് വാങ്ങിച്ച് കൂട്ടിക്കോ. റഷ് അഴകാണ് റഷിന, എന്നാലും ഞാൻ കാത് ചെയ്യപ്പോര കണമൂട് കയ്യാണോ. റഷ് കിട്ടും. നീ കാതൽ ചെയ്യാൻ പോരെ കിട്ടും. ഇപ്പൊ കിട്ടും. ഓ എന്തോ തരാ ഇത്. റഷ് ഞാൻ പാടിത്തരാം. നമുക്ക് ഒറിജിനലാണ്, നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് പാടാം. അഴകാണ് റസിന, പീസ് ഉണക്കേത്ത പീസിന, തുമ്മൈ മച്ചമ്മയും 4-6 അടിടാ നക്കാത് ചെയ്യപ്പോറ കണമൂട് കയ്യാലേ. റസ് അഴകാണ് റസ് താ. ഇതെല്ലാം ഒരു ഡാൻസാ? കലാമണ്ഡലം ഹൈദരാലി എന്നാണ് വിചാരം. അപരാധം അതാണ് ഇവിടെ നടക്കുന്നത്. സത്യം സീരിയസ്ലി പറയാലോ. നിന്റെ പൊന്നേടോ എന്താ നീ പേടിച്ച് കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്? നിന്റെ ദാസൻ എന്താ പറഞ്ഞ ഓഫ് ആക്കാനാ? ദാസൻ പറയും. അനിമോളെന്ന് പറഞ്ഞപ്പോൾ അവളെ മാന്താ ചെയ്തണ്ട. അവളെന്ത് അനിമോളെന്ന് പറഞ്ഞാൽ അവൾക്ക് പിടിക്കില്ല. എടി നിന്നെക്കാളും എന്തുകൊണ്ടും 100% ക്വാളിറ്റി ഉള്ള ഒരാളാണ് അനിമോള്. നിനക്ക് ക്വാളിറ്റി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ -510. അതാണ് നിന്റെ ക്വാളിറ്റി. ശൈത്യ, നല്ല പേര്. കട്ടപ്പ ശൈത്യ ഓൺ ഫ്ലോർ. പഴയതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. മനസ്സിലാ കേറി വരുക. ശൈത്യയുടെ കമ്മല് വാങ്ങിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് അനിമോളെന്ന് പറഞ്ഞപ്പോൾ അവളെ ചൊരുക്കു ചെയ്തുണ്ട്. അനിമോളെടുത്ത് മുട്ടാൻ പോയി, അതോടെ വീണ്ടും ഏറി കയറി. ചുമ്മാ ഇരുന്നവരൊക്കെ ചൊറിഞ്ഞ് ഏറുന്ന വാങ്ങിച്ച് ഏറി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവളുടെ ഏറ്റവും വലിയൊരു കൂട്ടുകാരി ശാരികയെ നിന്നെ കാണാൻ താരകം താഴെ വന്നില്ലെങ്കിൽ ഞാൻ വരുത്തും. എന്തായാലും നിന്റെ കോമാളിത്തനത്തിനുള്ള മറുപടി ഇപ്പം ഞാൻ തരാം. സ്ത്രീ സന്തോഷമായിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ? അതെ, വളരെ കഷ്ടപ്പെട്ടും വളരെ ബുദ്ധിമുട്ടിയും അന്തസ്സായിട്ട് പണിയെടുത്ത് നടക്കുന്നു. നല്ല പണിയാണ്. പണിയെടുക്കുന്ന പണികളൊക്കെ ശാരിക കാണുന്നുണ്ടോ? അവൾ എടുക്കുന്ന പണിയൊക്കെ നല്ല ഒന്നാം തരം പണികളാണ്. അതിൻ്റെ ഒരു ക്ലിപ്പ് തന്നെ താഴെ കാണുന്നുണ്ടല്ലോ. 3-4 പേരെടുത്തിട്ട് പണിയുന്നു. അതാണ് പണി. മനസ്സിലായ? നല്ല ഒന്നാം തരം പണി. ഒയ്യോ നാണം ഉണ്ടായി. ഇവളൊക്കെ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നിനക്കൊക്കെ വീണ്ടും വരാൻ ഉളുപ്പില്ലാത്ത വർഗ്ഗങ്ങൾ. നിന്നെയും കൂടി ചേർത്ത് തന്നെ പറയുന്നത്. ഇനിയിപ്പോൾ നാളെ വരും അതുൽ വ്ളോഗ്സ്. നിലവാരമില്ലാത്ത നിരവധിയില്ലാത്ത സംസാരവുമായിട്ട് അവൻ വന്നിരിക്കുകയാണ്. മലയാളത്തിൻ്റെ ഏറ്റവും വലിയ തറ വർഷനുമായിട്ട്
ആണ് അങ്ങനെ പറയത്തുള്ളൂ. കാരണം ഇമാതിരി അപരാധങ്ങൾ കാണിക്കുന്നതിന് മലയാളത്തിന്റെ എന്നല്ല ഏതൊരു ഭാഷയുടെ ഏറ്റവും വലിയ തറ വെർഷൻ ഇട്ടേ ഞാൻ സംസാരിക്കത്തുള്ളൂ. കാരണം അമ്മാതിരി അപരാധമാണ് ഇതൊക്കെ കാണിക്കുന്നത്, നീ ഉൾപ്പെടെ. അയ്യോ, വലിയ വായത്താളം അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ, നാണമില്ലേ. ഇവളുടെ കൂട്ടുകാരികളെല്ലാം തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. റണാസുനയുടെ കൂട്ടുകാരികളെല്ലാം റണാസുനയ്ക്കെതിരെ തിരിച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ്, എങ്കിൽ ഞാൻ അതും ചെയ്യാം. അവരുടെ പുറകെ പോകും. നല്ല നല്ല കോണ്ടന്റ്സ് ഒക്കെ എവിടെയൊക്കെ നടക്കും. ഭൂഗോളത്തിന്റെ സ്തംഭനം. ഭൂഗോളം അവിടെ നിൽക്കട്ടെ, നല്ല നല്ല കോണ്ടന്റ്സ് വേറെ എവിടെയൊക്കെ കിടക്കുന്നുണ്ട്, അത് ശരിയാട്ടെ. അത് നീ പറഞ്ഞത് പോയിന്റ്. ഇത്രയും ചീഞ്ഞളിഞ്ഞൊരു കോണ്ടന്റ് വേറെ ഇല്ല, നല്ല നല്ല കോണ്ടന്റ്സ് വേറെ ഉണ്ട്. പിന്നെ ഇവളുടെ കോണ്ടന്റ്സ് എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവളുടെ കോണ്ടന്റ്സ് എടുത്ത് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് കാണാനും വലിയ ഇഷ്ടമാണ്. പിന്നെ ഇവളുടെ നാർത്തനങ്ങൾ വലിച്ച് പൊളിച്ച് അടിക്കി അങ്ങ് ഒട്ടിക്കും, അത് വേറെ കാര്യം. കാരണം ഇമാതിരി അപരാധം കാണിച്ചുകൊണ്ട് നടക്കുന്ന ടീംസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്ത് അഴിഞ്ഞാട്ടോ നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ. ഇപ്പൊ എവിടെ നോക്കിയാലും ഇവളുടെ കുറെ ഓഞ്ഞ വീഡിയോസ് വേറെയാണ് വന്ന. കോപ്പ് ക്യാമറ തട്ടി, ശല്യം, കാര്യം തട്ടി, പ്രാവിയെന്ന് തോന്നുന്നു കോപ്പ്. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തി അവിടെ അപരാധം ശാരിക. കോപ്പുള്ള പേരും മറന്നല്ല. ഇപ്പോ സോഷ്യൽ മീഡിയയിലാണ് അത് പോസിറ്റീവ് സമരമാക്കി മാറ്റുക. അതാകുമ്പോൾ എല്ലാവർക്കും നല്ലത് തന്നെയാണ്. എന്തിനാണ് നമ്മുടെ വളർന്ന സമൂഹത്തെ നശിപ്പിക്കുന്നത്? അത് നിന്റെ കൂട്ടുകാരി എടുത്ത് പോയി നീ പറ, വളർന്നു വരുന്ന സമൂഹത്തിനെ എന്തിനാണ് നശിപ്പിക്കുന്നത്? കാരണം ഇമാതിരി അപരാധങ്ങൾ കാണിച്ചു കൂട്ടി വളർന്നു വരുന്ന സമൂഹത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ കൂട്ടുകാരിയാണ്, വേറെ ആരുമില്ല. അതായത് ഈ മനസ്സിലാക്കിയിട്ട് കൊണ അടക്ക് കേട്ടാ. സ്കൂളോളം കടത്തിന്റെ പളന്തടം മനസ്സിലാണെന്ന്. അടുത്ത് കൂട്ടുകാരിയുടെ കൊണ കേൾക്കാം. എന്തായാലും നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവര് 299 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് അവരിരുന്ന് നെഗറ്റീവ് കമന്റ്സ് ഇടും. ഓക്കെ, 299 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് നെഗറ്റീവ് കമന്റ്സ് ഇടും. ആയിക്കോട്ടെ. മോൾ എന്തിനാ ഇപ്പൊ കമന്റ് ബോക്സ് ഓഫ് ചെയ്തേ? എന്താ മോളെ, പേടിച്ചോ? നാട്ടുകാർ കമന്റ്സ് ഇടുന്ന കണ്ടപ്പോ പേടിച്ചോ? നിന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരടക്കം നിനക്കെതിരെ തിരിഞ്ഞപ്പോൾ നീ പേടിച്ചോ? ഇത്രേ ഉള്ളൂ. ഞാൻ കുറേ ദിവസം കൊണ്ട് പറയുന്നില്ലേ, ദുഷ്ടനെ പന പോലെ വളർത്തും. അതുപോലെ തന്നെയാണ് നിന്റെ അവസ്ഥ. നിന്റെ അഴിഞ്ഞാട്ടം സോഷ്യൽ മീഡിയയിൽ അവസാനിക്കാനുള്ള കാലഘട്ടം മൂർഖിച്ചു വരികയാണ്. ആളിക്കത്തുന്ന തീ അതെന്തിനാ പോകുന്നേ? അണയാന. ആ ഒരു പോക്കാണ് നീ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നീ അതപ്പതിക്കുന്നതിന്റെ അങ്ങേ അറ്റം. നീ എന്താണെന്നും നീ എങ്ങനത്തവളാണെന്നും നാട്ടുകാരെ അറിഞ്ഞു തുടങ്ങി. ഇനി ക്രമേണ നിന്റെ ഈ അപരാധ വീഡിയോകൾക്ക് റീച്ച് ഇല്ലാണ്ടാകും. ആൾക്കാർ സ്കിപ്പ് അടിക്കും, ഡോൺ റെക്കമെൻഡ് ചെയ്യും, ബ്ലോക്ക് അടിക്കും. അങ്ങനത്തെ സിറ്റുവേഷനിലോട്ട് പോകുമ്പോൾ പിന്നെ ഈ ഓൺലൈൻ മീഡിയക്കാർ നിന്റെ വീഡിയോസ് എടുക്കാതാവും. മനസ്സിലായ? പിന്നെ ഈ അഥവാ ഈ പറയുന്ന പോലെ നിന്റെ വീഡിയോക്ക് റീച്ച് കിട്ടും. എങ്ങനെയെന്നറിയാവോ? നമ്മളെപ്പോലുള്ളവരെടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. കാരണം നിന്നെ പൊളിച്ചെടുക്കുന്ന കാണാൻ ആളുകൾക്ക് ഇഷ്ടമാണ്. ആ ഒരു ഘട്ടത്തിലോട്ട് പൂർണ്ണമായും മാറും. അങ്ങനെ നിന്റെ അപരാധങ്ങൾ റീച്ച് ഇല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകും. പിന്നെ നീ ഗതികേട് കൊണ്ട് നീ ചിലപ്പോൾ അടുത്ത യസ്മ പോലത്തെ സീരീസിൽ മറ്റേ രീതിയിൽ കുണച്ച് അഭിനയിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കും. ആ ഒരു രീതിയിലോട്ട് നീ എത്തും. അതെനിക്കറിയാം. നിങ്ങൾ നോക്കി വെച്ചോ. ഞാൻ കഴിഞ്ഞ ഒരു സമയത്ത് ഇവള് ഏറിപ്പോയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട്, നിങ്ങൾ എഴുതി വെച്ചോ ഇനിയിപ്പോൾ അവളുടെ മോനെയും കൊണ്ട് അവൾ വരുമെന്ന് അടുത്ത വീഡിയോയിൽ. അതുപോലെ അവൾ വന്ന് ഞാൻ പറയുന്ന ഒന്നും തെറ്റത്തില്ല. രണാസുനയുടെ കേസിൽ ഞാൻ പറയുന്നത് 100% നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇത് അണയാൻ പോകുന്ന തീയാണ്. ഇത് കുറച്ചുകൂടി ആൾ കത്തും. ഇതിപ്പോ തറപ്പറ്റും. അതിനുള്ള പോക്കാണ് പോകുന്നത്. കമന്റ് ബോക്സ് രണാസുന ഓഫ് ചെയ്യണമെങ്കിൽ അത്രയ്ക്ക് അവൾ അത് ഫേസ് ചെയ്ത് തുടങ്ങി. നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നെഗറ്റീവ് അല്ല, ഇവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരടക്കം ഇവളെ എതിർത്ത് തുടങ്ങിയിരിക്കുകയാണ്. ഇത് അവളുടെ അവസാനമാണ്. ഇനി ഇവളുടെ ഈ സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാട്ടം ഇല്ലാണ്ടാകും പൂർണ്ണമായിട്ട്. അതിലേക്കുള്ള പോക്കാണ് പോകുന്നത്. കാരണം ഇപ്പോ സത്യം പറഞ്ഞാൽ ഇവളായിട്ട് തന്നെ ഇവളുടെ കുഴി തോണ്ടിയെന്ന് പറയാം. ഈ ദാസേട്ടനും പ്രജീഷും വേറൊരു അപരാധിയും കൂടി, ഈ ദാസേട്ടല്ല മോനെ ദാസൻ, ആ ദാസനും എല്ലാവരും കൂടി ഈ അഴിഞ്ഞാട്ട അപരാധവും കൂടി കാണിച്ച് ഷാപ്പിൽ കിടന്ന് കാണിച്ച് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതോടെ ഇവളുടെ ക്യാരക്ടർ എന്താണെന്നും ഇവൾ എങ്ങനത്തവളാണെന്നും ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ്. ഇതാണ് അധപ്പതനത്തിന്റെ കാലം കറങ്ങിത്തിരിഞ്ഞ് അവർക്ക് കൊണ്ടത്. സുധിയേട്ടാ എന്റെ സുധിയേട്ടാ. ഇപ്പൊ സുധിയേട്ടനൊന്നും വേണ്ട. ഇപ്പം ദാസേട്ടനും പ്രജി ചേട്ടനും കണ്ണാപ്പയേട്ടൻ. ദാസ നീ ഒരു കില്ലാടി തന്നെടാ. നിനക്കുള്ളത് ഞാൻ തരാം. നിനക്ക് സെപ്പറേറ്റ് ഞാൻ ഒരെണ്ണം തരും. നിന്റെ പഴയ ടിക്ടോക്കും കൂടി കുത്തിപ്പോക്കി എടുക്കട്ടെ. സമയമുണ്ട്. കൊണച്ചിറങ്ങും. എങ്ങനെ ഇറങ്ങും?
കണച്ചിറങ്ങും. പറന്നിറങ്ങാൻ പറ്റിയ ജാതന എനിക്ക് പാടി വായിക്കണം കമന്നിടന്ന് ഉറങ്ങടി. അത്രേ ഉള്ളൂ. അതൊക്കെ എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് പൈസ ഉണ്ടാക്കും വേറൊന്നുമില്ല. ആൽബങ്ങൾ ചെയ്ത് 14-15ഓളം ആൽബം അഭിനയിച്ചു. എല്ലാം സൂപ്പർ ഹിറ്റാണ്. മെഗാസ്റ്റാർ നെക്സ്റ്റ് പാടി. അയ്യോ 15-16 ആൽബങ്ങൾ ഞാൻ അഭിനയിച്ചു. എന്നാ ആൽബം? കീരവത്ത് വെച്ചായിരിക്കുന്നു. എടുത്ത് വെച്ച് നോക്ക്, ഒന്നുകൂടി ഇരുന്ന് കാണാം. ആൽബം പോലെ ആൽബത്തിൻ്റെ വില കളയാനായിട്ട് ഓരോ അപരാധങ്ങളും കാണിച്ചുകൊണ്ട് വന്നോളും. ഓക്കെ, അപ്പം നമ്മുടെ വിഷയം രണാസിന വീണ്ടും നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവളുടെ കുറേ കുണച്ച ആൽബം, കുറേ കുണച്ച ഷോർട്ട് ഫിലിമും അപരാധങ്ങളും എന്തോന്നടെ ഇത് കാണിക്കുന്നത്. ഒരു പേക്കൂത്തിനൊക്കെ ഒരിതില്ലേ ഉറക്കം വരണം. സുധിച്ചേട്ടൻ്റെ കാറപടകത്തിന് കാരണം ഇതാണ്. അങ്ങനെ ഉണ്ടായി കേൾക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ പേടി. ഇപ്പം നമ്മൾ ഇവിടെ ചെല്ലുമ്പോൾ വെളുപ്പിനെ തന്നെ ഞങ്ങൾ പോകുന്നത്. വീട്ടിൽ ചെല്ലണം വെളുപ്പിനെയാവും. വെളുപ്പിന് ഞാൻ എൻ്റെ ബ്രദറാ ഓടിക്കുന്നത്, വണ്ടി ഓടിക്കും. അവനോട് ഞാൻ പറയും, എടാ ഉറക്കം അടച്ച് ഉറക്കം വരുവാണെങ്കിൽ സൈഡിൽ നിർത്തിയിട്ട് ഉറങ്ങിപ്പോയി. ഉറക്കം അടച്ച് ഡ്രൈവർമാർ ഓടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എനിക്ക് ഡ്രൈവിംഗ് ഞാൻ പഠിച്ചിട്ടുള്ള ആളാണ്, ഓടിക്കാത്തതാണ്. ഞാൻ പ്ലെയിൻ ഓടിച്ചിട്ടുള്ള ടീം, എനിക്കതാണ് ഓർമ്മ വന്നത്. ഞാൻ എയർ ഹോസ്റ്റേഴ്സാ. എടി നിനക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാടി, ഇനിയിപ്പോൾ നാളെ വരും. ഒരുത്തൻ വന്നിട്ട് എന്നെ പറ്റി പറഞ്ഞെന്താ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാന്നല്ലേ, കാണിച്ചു തരാടാ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്ന്, അതെടുത്ത് കാണിക്കും. നിനക്കൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡ്രൈവിംഗ് തന്ന RTO അത്രയ്ക്ക് അതപ്പതിച്ച് RTO ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. നിനക്കൊക്കെ ലൈസൻസ് എന്താക്കി, നിനക്കൊക്കെ കാറിൻ്റെ വീൽ ഓട്ടിക്കാനെങ്കിലും അറിയാം, ഉരുട്ടിക്കൊണ്ടുപോയി കമ്പിട്ടടിച്ചെങ്കിലും പോകാൻ അറിയാമോ. ഒരു സമയത്ത് ഞാൻ എയർ ഹോസ്റ്റേഴ്സാണ്, പ്ലംബറാണ്, ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, ടീച്ചറാണ്, മോട്ടിവേറ്ററാണ്, മറ്റാണ്, മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ഡ്രൈവറാണെന്നും കൂടി പറയും. ഡ്രൈവ് ചെയ്യുന്നുണ്ട്, പക്ഷേ എവിടെയാണ് ഗിയർ ഇടുന്നതെന്ന് മാത്രം എനിക്കറിയില്ല. ഇതൊക്കെ എവിടെയാണ്, ഏത് കാറിൻ്റെ ഗിയറാണ് ഇടുന്നതെന്ന് അറിയില്ല. ഗിയർ ഇങ്ങനെയല്ലേ, ഫസ്റ്റ് സെക്കൻഡ് ഇടക്കാണ് കേട്ടാ ഇങ്ങനെ. അത് എങ്ങനെ ഏത് കാറിൻ്റെയാണ് ഇടുന്നതെന്ന് അറിയില്ല. ഏത് കാറിൻ്റെ? ദാസന്റെ കാറാണോ പ്രജീഷിന്റെ കാറാണോ? പണ്ടേ പഠിച്ചിട്ടുള്ളത് ലേണേഴ്സ് കിട്ടിയതാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടടഞ്ഞാൽ മതി വണ്ടി, പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. കണ്ണ് തുറന്നാൽ ബോധം വന്നാലും ചെന്ന് ഇടിച്ചു കയറും. പുതിയ അറിവാണ് കേട്ടാ, പുതിയ അറിവാണ്. എല്ലാവരും നോട്ടെടുത്ത് എഴുതി വെച്ചോ. റണാസുന പകർന്നു തരുന്ന അറിവാണ്. കണ്ണടച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കണ്ണടച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. എങ്ങനെ പോകും? ഇങ്ങനെ. എന്തോ എന്നാണ് പറയുന്നത്, ഉറക്കം ഏത് ഇപ്പം ആരാണെങ്കിലും സത്യം പറഞ്ഞാൽ മിക്ക കലാകാരന്മാർ ഈ വെളുപ്പിനുള്ള യാത്രയാണ്. ഡ്രൈവർമാരാണെങ്കിൽ കലാകാരന്മാർ. അത് കലാകാരൻ പോലും പോണേന് നിനക്കെന്താ ഇവിടെ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഏത് ആൽബം രാത്രി ഷൂട്ട് ചെയ്യുന്നത് വെളുപ്പിന് പോകാനായിട്ട്? ഏത് ആൽബം രാത്രി ഷൂട്ട് ചെയ്ത? ഒരു ആൽബം നമ്മൾ കണ്ടില്ലല്ലോ. ഏത് ആൽബമാണ് നീ രാത്രി ഷൂട്ട് ചെയ്തിട്ട് വെളുപ്പിന് പോണേനു? ഞാൻ കൊള്ളായിരുന്നു. കലാകാരന്മാരെ പിടിച്ചിടണ്ട. നീ രാത്രി ഷൂട്ട് ചെയ്തിട്ട് പോകുന്ന ഏത് ആൽബം എന്നൊന്നും അറിഞ്ഞാൽ കൊള്ളാം. ഇറങ്ങാൻ പോകുന്ന എക്സ്ക്ലൂസീവ് വല്ല ആൽബം ഉണ്ടാ? നോമെല്ലാം അറിയുന്നു. അറിയിക്കട്ടെ ജനങ്ങളെ ഏത് ആൽബം ആണെന്ന്. മിക്ക വെളുപ്പിനുള്ള യാത്രയാണ് അപകടം. എനിക്ക് തോന്നുന്നത് ഈ 4:30, 5:30 ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു 3:30 തൊട്ട് 4:30, 5:30 ഈ ഒരു സമയം എന്ന് വെച്ചാൽ മനുഷ്യന് ഗാഢ നിദ്രയുള്ള സമയം, ഒരു സൂചി കുത്തി നമ്മൾ അറിയാത്ത സമയം. ഈ സമയത്ത് കറക്റ്റായിട്ടും ഉറക്കം മസ്റ്റാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒന്ന് ക്ഷീണം തോന്നിയാൽ വണ്ടി സൈഡിലോട്ട് നിർത്തുക, ഒരു കോഫി എന്തെങ്കിലും കുടിക്കുക, ഉറങ്ങുക. ഉറങ്ങി ഒരു 1/2 മണിക്കൂർ ശരിക്കും ഉറങ്ങുക. ഉറങ്ങിയിട്ട് എണീറ്റ് മുഖം കഴുകി ഫ്രഷ് ആയിട്ട് വണ്ടി എടുക്കും. ഓക്കെ. പിന്നെ സൈഡിൽ ഇരിക്കുന്നവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ ഡ്രൈവർമാർ എന്തായാലും നല്ല രീതിയിൽ ഓടിക്കും. അപ്പൊ ഒറ്റയ്ക്ക് പോകുന്നവരെന്ത് വെളിയിൽ നിന്ന് വല്ലവരെയും കൂടി വിളിച്ച് കയറ്റു, ബാ അണ്ണ വർത്താനം പറഞ്ഞു ഞാൻ ഉറങ്ങാതിരിക്കേ ചേച്ചി പോടെ. കലാകാരന്മാരുടെ കേസ് പറയുമ്പോൾ നിനക്ക് എന്നാടി? നീ എന്നാ കലയാ ചെയ്യുന്നത്? എനിക്കറിയില്ല ഇതൊക്കെ എന്നാ കലയാണ് ചെയ്യുന്നതെന്ന്. പാപം ചെയ്യാത്തവർ എന്നെ കല്ലെറിയട്ടെ. കല്ലെറാ പറക്കേറി. അങ്ങനെയെങ്കിലും കുറെ പേര് കല്ല് പറക്കേറി. ഒരു അവസരം കിട്ടിയത്. ദയവ് ചെയ്തിട്ട് നീ ബൈബിൾ ഒന്നും എടുത്ത് പിടിക്കരുത്. അതിനുള്ള യോഗ്യത നിനക്കില്ല. ഇനി ബൈബിളിൽ പറയുന്നത് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് നമുക്ക് കേൾക്കാം. പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയും. അതെ, ഞാനും പറയുന്നു, നിങ്ങൾ പാപം ചെയ്യാത്ത അവളുമാരും അവന്മാരും എന്നെ കല്ലെറിയട്ടെ.
എന്തായാലും നിന്നോളം അവരാതിയല്ല, അതുകൊണ്ട് കുറച്ച് കല്ല് പറക്കി എറിയുന്നതിൽ ഒരു തെറ്റുമില്ല. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് എന്റെ കുറ്റങ്ങൾ പറഞ്ഞ് വ്ളോഗ് ചെയ്യുന്നവരും നെഗറ്റീവ് കമന്റ്സ് ഇട്ട് രസിക്കുന്നവരും എനിക്കെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് എന്റെ കുറ്റങ്ങൾ അവിടെ ഇവിടെ പറഞ്ഞ് ആത്മസന്തോഷം കണ്ടെത്തുന്നവരും, ഞാനൊന്നും പറയട്ടെ, നിങ്ങൾ പാപം ചെയ്യാത്ത അവളുമാരും അവന്മാരും എന്നെ കല്ലെറിയട്ടെ, അതാണല്ലോ അന്തസ്. രോമാഞ്ചം മുടി അകത്തോട്ട് പോയി രോമാഞ്ചം എഴിച്ച് പോടെ എന്തരടെ പാപം ചെയ്യാത്തൊരു എല്ലറിയട്ടെ കൊണ തീർന്നു. സന്തോഷം. ക്ലിപ്പ് തീർന്നില്ല. ഇത് എന്തുപാടെ കുറെ എടുത്തിട്ടാ ഞാൻ. ദുബായി പോയി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതിന് അവരുടെ തെളിവുണ്ട്. പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ തെളിവുണ്ട്, അവിടെ ഇടത്താനേ എനിക്കെന്താണ് ഒരു വിഷയമില്ല. അതുപോലെ തന്നെ ദുബായി പോകുന്നതിന് മെയിൻ കാരണം പലരും ബാറിൽ വിളിക്കുന്നത് ഓരോ ഡാൻസും കാര്യങ്ങളും. അത് അവളായിരിക്കും, അവള് പോകുന്നതായിരിക്കും, ഞാനല്ല. ഞാൻ പോകുന്ന ഒന്നാമത്തെ പ്രൊമോഷന് പോകുന്നതാണ്, ബാർ റെസ്റ്റോറന്റ് പ്രൊമോഷന് പോകുന്നത്. ഞാൻ പോകുന്നത് ഒന്നാം തരം പ്രൊമോഷന് പോകുന്നതാണ്. ബാർ റെസ്റ്റോറന്റ് ഒന്നാം തരം പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അത് ഏത് തരമാണ്? ഒന്നാം തരം. രാസൽ കൈമില വലിയ വീട്ടിൽ ഞാനും ഒറ്റയ്ക്കായിരുന്നു. ഇനി ഞാൻ പോകും അടുത്ത മാസം 16-ാം തീയതി റാസൽ കൈമയിൽ പോകും. അവള് ക്യാമറ ആയിട്ട് അങ്ങോട്ട് വരാൻ പറ, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാം. ഏതവളാന്ന് എനിക്കറിയത്തില്ല, ആരാണെങ്കിലും. ഏതവളാണ് എനിക്ക് അറിയത്തില്ല. ഞാനിതൊന്നും കാണാറില്ല. നാട്ടുകാരിങ്ങനെ പറയുമ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. എനിക്കൊന്നും അറിയത്തില്ല. ഏതവളാണെങ്കിലും അവളങ്ങനെ വരട്ടെ. ഇവിടെ എണിച്ച് പോടെ. തീർന്നു. ഇനി അധികമൊന്നുമില്ല, തീരാറായി. ഡിം 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 തരികട തോം. എനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല, എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല, കാരണം എഗ്രിമെന്റ് ചെയ്യണം. അത്ര ഞാൻ ചെയ്യത്തില്ല. അത് പറ്റത്തില്ല. സീരിയലിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? എനിക്ക് താല്പര്യമില്ല. എനിക്ക് എഗ്രിമെന്റ് ഒന്നും പറ്റത്തില്ല. അവിടെ ഒപ്പിടണമെന്ന്. എന്ത് നിനക്ക് ഒപ്പുമില്ലേ? തോന്നി. അവിടെ ഒപ്പിടുമ്പോ ഇത് മറ്റേ പേര് ഇതായിരിക്കും, രേഷ്മ പി തങ്കച്ചായി. അതുകൊണ്ടായിരിക്കും. സ്വന്തം അപ്പന്റെ പേര് പിടിക്കിടില്ല. അതുകൊണ്ട് രേഷ്മ പി തങ്കച്ചൻ എന്ന പേര് പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് ഒപ്പിടാൻ പറ്റത്തില്ല. തുതടെ വല്ലാത്തൊരു സാധനം തന്നെ ഉണ്ടായത്. ഇത് എനിക്കറിയില്ല. അവിടെ ബബ്ബ സിനിമ ഓടണം. ഇടക്കിടക്ക് ഞാൻ അങ്ങോട്ടാണ് നോക്കണത്. ഇപ്പൊ വിനീത് ശ്രീനിവാസന്റെ എൻട്രി ആയി. കൊള്ളാം, നടക്കട്ടെ. എന്തായാലും സീരിയലിൽ പോകാൻ പറ്റത്തില്ല. എനിക്ക് ഒപ്പിടണമെന്ന്. ഒപ്പിടാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സീരിയലിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അടുത്തിരുന്ന് എനിക്ക് ദാസട്ടെ എനിക്കും വന്നതാ. ഞാൻ ചക്കപ്പഴത്തിലൊക്കെ പോകാൻ വേണ്ടി നിന്നാ. പിന്നെ അവിടെ ഒപ്പിടണം. എനിക്ക് പോടാ വേട്ടവാളിയ ദാസൻ. ഈ ദാസനെ കൊണ്ട് തോറ്റ്. ഇവന്റെ വിചാരം ഇവൻ എന്തോ വലിയ സംഭവമാണെന്ന്. വേടല പണ്ട് ടിക്ടോക്കിൽ കിടന്നിട്ട് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരുന്നവനാണ്. ഇങ്ങനെയാണ് അവന്റെ തുള്ളലായിരുന്നു. ഇവനാണ് ഇന്ന് വലിയ വായ്ത്താളം അടിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് പോടാ ഊളവായ. ഇത് സുനിയേട്ടന്റെ ആണോ? സുനിയേട്ടൻ്റെ അത് വേറെ കുപ്പിയിലാക്കിയ അറിയാൻ പാടില്ല. ഇവിടെ ബഹ്റൈനിലും ദുബായിലൊക്കെ പലരും ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട്. ഇത്രയും ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. നിനക്ക് മാത്രം എന്താ ഇത്രയും ഗിഫ്റ്റ്? പിന്നെ ഏതോ കസ്റ്റമറൊക്കെ എന്തോ തന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ. കസ്റ്റമർ അവിടുത്തെ ബിസിനസ് എന്താണെന്ന് രേണു ഇതുവരെ പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ അറിയാമായിരുന്നു. അതുകൊണ്ട് ചോദിച്ചതാ. എന്തായാലും ഇതും ഏതോ ഗിഫ്റ്റ് കിട്ടിയതാണെന്ന് പറയുന്നുണ്ട്. ഇവക്ക് ഇത് മാത്രം ഗിഫ്റ്റോ? ഇവളെ വീഡിയോ ചെയ്യുമ്പോ ഇപ്പൊ എന്ന് ഉറക്കം വരണം. അതെ, സുനിയേട്ടന്റെ പെർഫ്യൂം അതുപോലെ തന്നെ. പെർഫ്യൂം എന്ന് വെച്ചാൽ എന്റെ ജീവനാണ്. ഓടി തള്ളി മറിയുന്നത്. സുനിയേട്ടന്റെ പെർഫ്യൂം അത് നിങ്ങൾക്കൊന്നും കൊള്ളത്തില്ല, ഞങ്ങൾക്ക് മാത്രമേ കൊള്ളത്തുള്ളൂ. പാടേ ഓക്കെ ഡബിൾ ഓക്കെ. ഇനി ഞാൻ വേറൊരു പോസ്റ്റ് വായിക്കാം കേട്ടോ. ഈ സാധനം നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് രേണു എന്നെ പറ്റിയിട്ട് കുറ്റം പറയുന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പോസ്റ്റിൽ അയച്ചു തരിക. മെയിൻ സ്ട്രീം ഓൺലൈറ്റിൽ വന്നിട്ടുള്ളതാണ്. വേറെ രീതിയിൽ കാണുന്നത് അവളുടെ അപ്പനായിരിക്കും. അതുൽ വ്ളോഗ്സ് എന്നെ വിറ്റ് തിന്നട്ടെ, ഇറക്കട്ടെ അവൻ. റിപ്പോർട്ടർ ചേച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എൻ്റെ കുടുംബം ഇപ്പോൾ നോക്കുന്നത് ഞാനാണെന്ന്. അപ്പോൾ ചേച്ചിക്കെതിരെ വീഡിയോ ഇടുന്ന ആളും പറഞ്ഞു എൻ്റെ കുടുംബം നോക്കുന്നതും ഞാൻ തന്നെയാണ്. പക്ഷെ ഞാൻ ദുബായിൽ പോയി മറ്റുള്ളവരുടെ കൂടെ കിടന്ന് കൊടുത്തിട്ടും ഫോട്ടോഷൂട്ട് ചെയ്തിട്ടും ഒന്നുമല്ല രേണു. പിന്നെ ഇവളാണോ എനിക്ക് മാമാപ്പണി ചെയ്ത് തരുന്നത്? റിപ്പോർട്ടർ. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു എനിക്കൊരു ഹസ്ബൻഡേ ഉള്ളൂ, 2-3 ഹസ്ബൻഡ് ഒന്നും ഇല്ല എന്ന്.
രേണു, എനിക്കോ 2-3 ഹസ്ബൻഡുമാരുണ്ട്, അവള് കൊണ്ടുപോയി കേസ് കൊടുക്കട്ടെ. റിപ്പോർട്ടർ അതുപോലെ പറഞ്ഞ് ചേച്ചിയുടെ ഫാമിലിയും വീട്ടുകാരെയൊക്കെ ചേച്ചി വേറെ രീതിയിലാണ് കാണുന്നതെന്ന്. എന്തുവാടെ ഇത്, എനിക്കൊന്നും പിടികിട്ടണില്ല. രേണു, അത് അവളുടെ അപ്പനായിരിക്കും, കാണുന്നത് വേറെ രീതിയിൽ, അവളെ കാണുന്നത് അവളുടെ അപ്പനായിരിക്കും. റിപ്പോർട്ടർ സുധിച്ചേട്ടൻ്റെ കല്യാണം കഴിയുന്നതിന് മുന്നേ ചേച്ചിക്ക് വേറെ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നും ആ ബന്ധത്തിൽ നിൽക്കുമ്പോഴാണ് സുധിച്ചേട്ടൻ്റെ കൂടെ ഒളിച്ചോടിയതെന്നും ആ സ്ത്രീ പറയുന്നുണ്ട്. രേണു, അത് അവൾ ആയിരിക്കും ഒളിച്ചോടിയത്, എന്തായാലും ഞാനല്ല. റിപ്പോർട്ടർ ഇപ്പോൾ അതിൽ വ്ലോഗ് ചേച്ചി. റിപ്പോർട്ടർ ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഈ വീഡിയോ എവിടെയാണ്, എനിക്കത് കാണണം കേട്ടോ. റിപ്പോർട്ടർ ഇപ്പോൾ അതിൽ വ്ലോഗ് ചേച്ചി എന്ത് വീഡിയോ ഇട്ടാലും അതെടുത്ത് റിയാക്ട് ചെയ്യും, മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കെതിരെ കേസ് കൊടുത്തില്ലേ? രേണു, കേസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ എനിക്കൊന്നും വയ്യ പുറകെ നടക്കാൻ, സമയമില്ല. തിന്നട്ടെ, എന്നെ വിറ്റ് തിന്നട്ടെ, ഇറക്കട്ടെ അവൻ. ഓക്കെ, വേറെ രീതിയിൽ കാണുന്നത് അവളുടെ അപ്പനായിരിക്കും. അതിൽ വ്ലോഗ് എന്നെ വിറ്റ് തിന്നട്ടെ, ഇറക്കട്ടെ അവൻ. എനിക്ക് ഈ സാധനം എവിടെയെന്നൊന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു, വളരെ വലിയ ഉപകാരമായിരിക്കുമായിരുന്നു. ഞാൻ ഒരു കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു, ഇതപ്പോൾ അവൾ എന്നെപ്പറ്റി പറഞ്ഞ് വീഡിയോ ലിങ്ക് അയക്കൂ. എൻ്റെ ഫോട്ടോ, ഞാൻ ഇൻസ്റ്റയിൽ അവസാനം ഇട്ട ഫോട്ടോയും പണ്ടിട്ട പാസ്പോർട്ട് സൈസ് ഫോട്ടോയും രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. കൊച്ചു കള്ളന്മാർ. പോടി, നീ വേറെ ആരെയും കഞ്ഞി കുടിപ്പിക്കാൻ വരണ്ട, നീ തന്നെ തുണി അഴിച്ച് കാശ് വാങ്ങി പോ. ഇനി അങ്ങോട്ട് പോകാൻ നിന്ന് കഴിഞ്ഞാൽ രേണുവിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. എന്തായാലും നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. രേണു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഉപ്പിലിട്ടതുപോലെയാണ്, ജീവനാണ്. എൻ ജീവനായൊരു രേണുവല്ലേ, എന്നെ നീ അറിയാതെ പോയതല്ലേ. ഇതിലൊക്കെ ചുണ്ടറൊക്കെ മണ്ടലക്കുള്ള ചുണ്ടാട്ടം തൊടുമ്പൊന്നൊരു ഉത്സവഗാനം, കടലാട്ടം മെയ്യുന്നൊരു ആഘോഷഗാനം, മണിക്കല്ലിൻ മുക്കുത്തി ചാർത്തും മുപ്പാരി നമ്മയല്ലേ, കാണും കിനാക്കൾ പൊന്നാക്കി മാറ്റി പോറ്റുന്നൊരമ്മയല്ലേ. ഞാൻ ഇതിൻ്റെ അടുത്ത് പാട്ട് പാടണം, സോറി മറന്നുപോയി. ഫ്ലോയിൽ അങ്ങ് വന്നത്. അപ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ മെയിനായിട്ട് വീഡിയോ എടുത്തത് ദാസൻ ഇട്ടിട്ട് 2 കൊടുക്കാനാണ്. അത് കൊടുത്തപ്പോൾ എനിക്കൊരു സമാധാനം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ്. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.